പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും ഈസ്റ്ററൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഈസ്റ്റർ ആഘോഷിച്ചു. പള്ളിയിലൊക്കെ പോയി നല്ല സമാധാനം സന്തോഷമൊക്കെ ആയി. രാവിലെ തന്നെ പള്ളിയിൽ പോയി കഴിഞ്ഞപ്പം ഭയങ്കര ഒരു എന്താ പറയുക, ഒരു മെൻ്റലി ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പീസ്ഫുൾ മൈൻഡ് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സംഭവമാണ് കിട്ടിയത്. അപ്പം ശ്രുതി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാനായിട്ട്. അപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് നല്ല ഫുഡൊക്കെ ഉണ്ടായി. കഴിഞ്ഞ ഈസ്റ്ററിന് നമ്മൾ പുറത്ത് പോയിട്ട് അച്ചായൻ സദ്യ കഴിക്കായിരുന്നു. ഈ ഈസ്റ്ററിന് വീട്ടിൽ തന്നെ കുക്ക് ചെയ്യണമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. കാര്യം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ശ്രുതി വന്നു, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ശ്രുതി പോയി. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ സാമ്പലിൽ എൻ്റെ ഫേവറേറ്റ് ചായ സ്പോട്ടാണ് സാമ്പൽ. അപ്പോൾ അവിടെ പോയി ഒരു ചായയൊക്കെ അടിച്ചു. ഒരുപാട് സാധനങ്ങൾ ഹാപ്പി ഈസ്റ്ററൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മളവിടെ നിന്ന് 2 ചായയും സമൂസയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ അടുത്തുള്ള പ്ലഷർ പാർക്കിൽ പോയി. നമ്മൾ അവിടെ തന്നെ പോയിട്ടാണ് എപ്പോഴും ഇരുന്ന് സംസാരിക്കുക, കത്തി വെക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഇടയ്ക്കായിട്ട് കീർത്തി പാരീസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് വന്നപ്പം എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാണ്. ഈ ഒരു ഗിഫ്റ്റിൽ എന്താ പറയുക, ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള എൻ്റെ ലൈഫുമായിട്ട് കണക്റ്റഡായി കിടക്കുന്ന കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഭയങ്കര കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിനുശേഷം ഞങ്ങൾ ചായക്ക് കുടിച്ച് ആ ഒരു ഫ്രൂട്ട് കസ്റ്റഡ് വാങ്ങിച്ചു. ഇതും അടിപൊളിയായിരുന്നു. സാമ്പലിലാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നല്ലൊരു ദിവസം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം, വരുന്ന ദിവസങ്ങളെല്ലാം നന്നായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.